അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അടിത്തറ പാകാം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂ ഹിബ അഷ്റഫി പയ്യോളി. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നാക്കൽ പ്രസ്ഥാനം എന്നാണ് എൻ്റെ അർത്ഥം. ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ്. അപ്പോൾ ഒരു വസ്തു ഉണ്ടാവണം. ആദ്യം വസ്തു ഉണ്ടായാൽ മാത്രം പോരാ, വസ്തു കേടുവരണം, എന്നാലല്ലേ നന്നാക്കണ്ടുള്ളൂ. കേടുവരാത്തൊരു സാധനം നന്നാക്കണോന്റെ പേര് ഭ്രാന്തൻ. നമ്മളെന്താ പറയുക, നമ്മുടെ മുജാഹിദുകളിലൊക്കെ ഉണ്ട് ചില ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളിലൊക്കെ പെട്ട ചില ആളുകളുണ്ട്. നബിദിനത്തിന്റെ ചോറൊന്നുമില്ല, ഓണത്തിന്റെ ചോറ് തിന്നൂല എന്നല്ല, ഓണത്തിന്റെ ചെമ്പിൽ ഒരു മണി പോലും ബാക്കിയൊക്കെ തിന്നും ചെയ്യും. ഈ മതം ഏതാണ്? എനിക്കിത് ഏത് നബിദിനത്തിന് കൊന്നാ പോലും നബിദിനത്തിന്റെ ഒരു ചോറിന്റെ ഒരു മണി തിന്നൂല. ആ ചോറിന്റെ മണി വീണാ അത് തട്ടിക്കാതെ ഞാൻ അത്ര ഉറച്ച മുജാഹിദാണ്. എന്നാ ഹൈന്ദവരെടുത്ത് പോയിട്ട് പറയണതല്ലോ, ഒരു മണി വറ്റ് പോലും ഉപേക്ഷിക്കാതെ ഓണത്തിന്റെ ചോറ് ഞാൻ തിന്ന് പള്ളർച്ചിരുന്നു. ഈ ബേജാറാണ്ട, ഇതിന്റെ ഇരട്ടത്താപ്പിന്റെ മുഖമേ, നിന്നെ എന്ത് പേരാ വിളിക്കേണ്ടത്? അപ്പൊ ആദ്യം കേടുവന്ന സ്ഥലം ഇസ്ലാഹി പ്രസ്ഥാനം നോക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ തൗഹീദിലാണ് കേടുവന്നത്. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം എടത്തനാട്ടുകരയിൽ മുറി മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ ഞങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിയിരിക്കുന്നു പേടിച്ചിട്ടാ? മൂപ്പര് നന്ദിയിലെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം മാറ്റിയേക്കുന്നത്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ചയാണെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും.
മുഖാമുഖത്തിന്റെ വിഷയമാണ്. എന്താണ് നബിദിനവും മരണാനന്തര ചടങ്ങ്, മൂന്നാം പാത്യ മുഖാമുഖം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത്. വേണ്ട, എന്തേ കാരണം? ജിന്ന് വരും, നിങ്ങൾക്കറിയാം. ജിന്ന് വരുമെന്ന് നിങ്ങൾ പേടിച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 100,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കില്ല, ശബ്ദം പുറത്തുവിടൂല, വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക. കാരണം അവർ ഇവിടെ 95% മുജാഹിദുകളും വന്നവർ ഷിർക്ക് ചെയ്തതാ. ഒരു വിസ്ഡം വന്നിവിടെ വിസ്ഡത്തിനോട് ഷിർക്കിന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഷിർക്കിന്റെ കേന്ദ്ര ഹാദറാണിത്, മനസ്സിലായില്ലേ? അപ്പൊ ചോദിച്ചപ്പോ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു. മോർ ദാൻ 50 കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് വിസ്ഡം എന്ന് പറഞ്ഞ് നടക്കുക. കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസ്ഡംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസ്ഡംകാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസ്ഡത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ, പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ കേന്ദ്രന്മാരുണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട്. ഇയാളുടെ അളിയൻ ഭാര്യന്റെ ആങ്ങള പറഞ്ഞു, എണീറ്റുന്നുണ്ട്, പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ പോകാത്ത അമ്പലമല്ല, അളിയൻ മണ്ഡലം കമ്മിറ്റിന്റെ ആളെ മുപ്പരാതെ പറയൂ. ഇതുപോലുള്ള 100 കണക്കിന് വീഡിയോ, ഒരക്ഷരം വേണ്ടിട്ട് ഞങ്ങൾ വീഡിയോ അങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതിൽ റെക്കോർഡ് ചെയ്തതാ, ഫുൾ ടൈം റെക്കോർഡാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതുപോലുള്ള കേസുകൾ 100 കണക്കിന് കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പല പിന്നെ മുജാഹിദുകളും ഈ വിഷയത്തിൽ എന്റെ മുമ്പിൽ മിണ്ടാൻ കഴിയില്ല, നാവ് തുറക്കാൻ കഴിയില്ല. അപ്പോ ഷിർക്ക്, ബിദഅത്ത്, ഖുറാഫത്ത്, ഹറാമ് ആ വഴിക്ക് ഈ വർഗം ധാരാളം. 95% മുജാഹിദുകളും 95% മുജാഹിദുകളും ഷിർക്കിൽ അക്ബർ ചെയ്തതാ. ഏലസ്, ഐക്കൽ, ഉറുക്ക്, നൂല്, തങ്ങള്, മോലിയർ, ബീവീൻ, കണിയൻ, കണക്കൻ, പൊലിയൻ, അമ്പരം, ആൽത്തറ, പിന്നെ കോഴി നറക്കല്, ആട് നറക്കല്, ഇതുപോലുള്ള ചികിത്സകൾ ചെയ്തവരാ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശിരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഞാൻ മുശിരിക്കാന്ന് എന്ത് ലാഘവത്തോടു കൂടിയാണ് പൊന്നെ നീ പറഞ്ഞു കളഞ്ഞത്? എന്ത് ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്? ഞാൻ ആ പ്രദേശത്ത് പോയി അത് പറഞ്ഞ കുട്ടികളുടെ സദസ്സ് പ്രസംഗിച്ചു. അവനത് മനസ്സിലായി. മുശിരിക്ക് കളി നിസ്സാര കളിയാ, കാബറ് കളി നിസ്സാര കളിയാ. വേറെ പല പണി നോക്കല്ലേ, തൗബ ചെയ്ത് ജമിഅത്തുൽ ഉലമക്ക് ഒരു കത്ത് കൊടുത്തിട്ട് തെറ്റ് പറ്റിപ്പോയി പൊറുക്കണം എന്ന് പറഞ്ഞോളി, ഇങ്ങോട്ട് വന്നോളി, നമ്മൾ നിങ്ങളെ സ്വീകരിക്കും. മനസ്സിലായോ? ആദർശപ്പുറത്തിലേക്ക് വരി. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജിന്നുകളെ പേടിക്കുന്ന നിങ്ങളെ ഞങ്ങൾ പേടിക്കൂല. അല്ലാണ്ട് തേടുന്നമാര് ജിന്നോട് തേടുന്ന നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. കപടന്മാരാ നിങ്ങള്, ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്. അതൊക്കെ മാറ്റിയിട്ട്
തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. അത് പറയാതിരുന്ന ഞങ്ങൾ കുറ്റക്കാരല്ലേ? ഇയാൾ ചെയ്തത് അത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സലാഹി യാഴിവാദീനൂനി ഒരു ചർച്ച ഉണ്ട്, ഇനി എന്താ പോയി ചർച്ച ചെയ്യുന്നത്? അല്ല നിങ്ങൾ വേണ്ട, നിങ്ങൾ വിശ്വാസത്തിരിക്കും. ഞാൻ എന്തിനാ വിശ്വാസത്തിരിപ്പിക്കണു? ജബ്ബാറുലിനെ വിളിച്ചതാണ്. കാരണം ഞമ്മക്ക് എന്താ ഇജ്ജ് എന്തിനാ ചർച്ച? കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരൂലായിരുന്നു, ഞാൻ പോയില്ല. അബൂബക്കർ സലീമിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ച് ആളുകൾ വിളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. ഒന്നാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ കുറച്ച് ആളുകളും ശിർക്കാന്ന് പറയാൻ പറ്റൂല എന്ന് ഒരാളും. അപ്പൊ അയാൾ അവസാനം കഴിച്ചു ശിർക്കാന്ന് പറഞ്ഞാൽ ആർക്കെ 1 2 3 എണ്ണി അപ്പൊ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കാം. അടുത്ത ചർച്ച കേട്ടിട്ട് നമ്മളെ ചില ആളുകളൊക്കെ പോയി. നമ്മളെ ഉമർ മൗലവിന്റെ മകൻ മുബാറക്ക് പോയി, റൌഫ് നദ്വി ജാമ്യയിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പോയി. പക്ഷേ കയറ്റിയിരുത്തിയില്ല. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തൗഹീദ് 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? പറയടോ ജിന്നെവിടെ? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ കൂട്ടരങ്ങളെ തൗഹീദ്? എനിക്ക് കേട്ടോളി, നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു. അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ച കാഫർ. എങ്ങനെ? സഹീഹ് ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു. ഓൻ ആരാ? ഓൻ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്ത് നജ്മ് 3-4 വചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി അഭീഷ്ടൻ സംസാരിക്കാറില്ല, എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാ ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ്, ആ ഹദീസ് വഹിയാണ്. ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ച എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബ്രീലിനെ നിഷേധിച്ചു, അള്ളാഹിനെ നിഷേധിച്ചു. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹിനെ ധിക്കരിച്ചു. അമാനമരിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അള്ളാഹിനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശമൂത്ത് ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, എ പി കെ സുന്നികള് അവരോട് ബുഖാരിയിലുണ്ട്, ബുഖാരിയിലുണ്ട് മൊയ്ലിയാരെ, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാര് പറയുന്നത് എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ?
മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചായിരിക്കും. ഇല്ലെന്ന് നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ മറിച്ചൊരു മടപൂരിയോട് കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയെന്താ? ബുഖാരിയിലല്ലേ. ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ. മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ. അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച ഒരു രസത്തിൽ ഞാൻ അവതരിപ്പിച്ചില്ല. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പരെ ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, എനിക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, സ്വീകാര്യായതും അല്ലാത്തതുണ്ട് മോളെ, അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബിലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമ്മീനെ കൊണ്ട് ഇബിലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, CN മുഹമ്മദ് മൗലവിനെ കൊണ്ട് വെപ്പിച്ച്, ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് വെപ്പിച്ച്, ഇതാ ഇവിടെ ഒരു പറ്റം മൗലവിമാരെ കൊണ്ട് വെപ്പിച്ച്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയില്ലാതെ കൂട്ടർ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? വന്നത് കൊണ്ടാണ് ഒരു തരം ചാരപ്പണി നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? ഏതൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു മുജാഹിദ് പ്രവർത്തനം ഉണ്ട് എന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നിപ്പോ സംശയ ഇവൻ ഏതാ? മറ്റേ കോക്കസ? നമ്മളെ കാണുമ്പോ ഇപ്പൊ ജിന്ന. ഇപ്പൊ നോക്കിങ്ങള് മടവൂരികൾ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. ജിന്നൂരികൾ, നവയാഥാസ്ഥികർ, ഖുറാഫികൾ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നേരെ ഇങ്ങോട്ട് കടമെടുത്തു. വളരെ സന്തോഷമായിട്ട് അവർ തമ്മിലൊരു അലയൻസ് ഉള്ളത് പോലെ എന്തൊക്കെയോ ചില ഐക്യ നല്ല പേര് കിട്ടുന്നുണ്ട്. ഖുറാഫികൾ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങളെ കുറിച്ച് തന്നെ പറയാൻ തുടങ്ങി. ഇത് അല്ലാഹു തന്ന ശിക്ഷയാണ്. ജിന്നുകള് KJ ഇറക്കിയ പുസ്തകത്തെ സംബന്ധിച്ച് 38 പേർ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനെ പറ്റി ഇപ്പൊ എന്താ പറഞ്ഞറിയോ? 38 പോത്തുകൾ. ഇന്നലെയും പറഞ്ഞത്രേ വയനാട്ടിൽ നിന്ന് ഹംസബാഖവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരള ജംഇയ്യത്തുൽഉലമയുടെയും KNMന്റെയും വിശദീകരണ യോഗം നടക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ പ്രബോധകന്മാരായ 38 ആളുകൾ, അബ്ദുല്ലക്ക സുല്ലമി, ആമയൂർ, സുഹൈർ ചുങ്കത്ര, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി, ആറഞ്ചേരി, അബ്ദുർ റഊഫ് നദ്വി, അബ്ദുൽ അമീർ സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി എന്ന് തുടങ്ങി ഷാഫി സലായി, സാജി തിരൂരങ്ങാടി, നമ്മുടെ ഈ പ്രബോധന രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവരെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തേന്ന് വിളിക്കോ? അല്ലാതെ സാധാരണ അങ്ങാടി മാർക്കറ്റിൽ പണിയിരിക്കണോ മറ്റത്തിനെ പോത്തേന്ന് വിളിച്ചാൽ ദേഷ്യം പിടിക്കൂലേ? എന്നാൽ പണ്ഡിതന്മാരായ 38 പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ദായിമാരായ ആളുകളും പണ്ഡിതന്മാരായ ആളുകളും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇയാൾ പറയാം 38 പോത്തുകൾ എന്ന്. ഒരു ബാക്കവിയാ കയറിയിട്ട് പറയണത്. അതിലൊരു മകൻ എൻ്റെ ഷാഫി സലായിയാണ്, ഓനാണ് ഒരു പോത്ത്. അപ്പൊ തൃശ്ശൂരിന് സദസ്യർക്കല്ല, അപ്പൊ നിങ്ങളോന്ന് ചോദിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സദസ്സിൽ വെച്ചൊരു പണ്ഡിതൻ പറയാണ് ഇവർ ഇത്രമാത്രം തരം താഴ്ന്നു പോയല്ലോ എന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ കുറച്ച് പരാജയം സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംഭവത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജ് മുതൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മരുവിയായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഞങ്ങൾ APന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല.
അദ്ദേഹം സ്കൂളിൽ പോലാണ് ആ സമയത്ത് വരിക, അവിടെ കയറുക പിറ്റേ സ്റ്റേജിൽ നിന്ന്. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കോട്ടപ്പുറം. പണ്ഡിതോചിതമായിട്ടുണ്ട്, എന്നാലും പണ്ഡിതോചിതമായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ പാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ളൊരു ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുലിദുല്ലദീന സഅംതും മിൻ അതിമ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം ഒന്നും കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കർമാലും കൂടുതൽ ബാധിച്ച ഈ തങ്ങളെ കയറ്റണം എന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറയില്ല, ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കയറ്റാതിരിക്കുന്നതാ. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ പുളിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പത് വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചാൽ എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബിന് ജരീർ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ, അത് ആ ഇബിന് ജരീർ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന്. ഒരു കാര്യം പറയട്ടെ, സംവാദങ്ങളെല്ലാം നന്നായി നീതിയുക്തമായി തുല്യ പങ്കാളിത്തത്തിന്റെ സംവാദമാണ് നടന്നത്, അതും വളരെ ശരി. പക്ഷെ ഒരു കാര്യം നിന്നും പറയട്ടെ, സംവാദങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇതിങ്ങനെ ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കാതെ വരുന്നത് നമ്മുടെ പണ്ഡിത സംഘടനകളുണ്ട്. കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ, കേരള ജമിയത്തുൽ ഉലമകൾ അല്ലെങ്കിൽ മറ്റേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഈ സംവാദം നടത്തണമെങ്കിൽ ഒന്നിച്ചിരുന്ന് അങ്ങനെ നടത്തിയാൽ എന്താ വ്യവസ്ഥ ചെയ്തിട്ട്? കേരള ജമിയത്തുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വ്യവസ്ഥ എഴുതിയ സംവാദത്തിന്റെ വ്യവസ്ഥ നിലവിലുണ്ട്, തലശ്ശേരി വെച്ചിട്ട് നടത്താൻ കഴിഞ്ഞില്ല. എന്താ നടത്താത്തത്? അതുകൊണ്ട് പണ്ഡിത സംഘടനകൾ നടത്തണം. അതിനാണ് നമ്മൾ അവരെ വെല്ലുവിളിക്കുന്നത്. പണ്ഡിത സംഘടനകൾ അത് ശാന്തമായി തുല്യ പ്രാധാന്യത്തോടു കൂടി ഇതേമാതിരി നമുക്ക് നടത്തിയമായി. പക്ഷേ വരുന്നവർ പണ്ഡിത സംഘടനയുടെ പ്രാതിനിധികളായിട്ട് വന്നാൽ അത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയില്ലല്ലോ. ഓടാ മറ്റേ നൗഷാദ് ഹസൻ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റേ ഹസന് പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ നടത്തുകയാണ് ഏറ്റവും നല്ലതാണ് എന്ന് നിങ്ങൾ വാദപ്പെടുവാൻ നടത്തുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ സാധാരണ പ്രവർത്തകന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പൊ സാധാരണ പ്രവർത്തകരോടാണ് ഉപദേശിച്ചു, ഇനി നിങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഈ നൗഷാദിനെ അല്ലെങ്കിൽ ഇവിടെ ഇവരൊന്നും ശരിയാവൂല, ജമിയത്തുൽ ഉലമകൾ പറ്റി. അപ്പൊ ഞങ്ങളാണ് പോയിക്കോളൂ, ജമിയത്തുൽ ഉലമകൾ വന്നോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ AP ഉസ്താദ് നിങ്ങൾക്ക് അതിന് തരും, നിങ്ങൾ ആരും വിചാരിക്കണ്ട. മൂട്ടയെ കൊല്ലാൻ ആരും ഇരുമ്പോലൊക്കെ എടുക്കാറില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.